നിയമ നടപടികൾക്കൊടുവിൽ പ്രദർശനാനുമതി ലഭിച്ച വിവാദ ചിത്രം ദ കേരള സ്റ്റോറി 2 ഗോഡ് ബിയോണ്ട് പ്രദർശനം വടകരയിൽ തടഞ്ഞ ഡിവൈഎഫ്ഐ. 50ഓളം വരുന്ന പ്രവർത്തകരാണ് വടകര 1-1 തിയേറ്ററിൽ പ്രദർശനം തടഞ്ഞത്. ആർഎസ്എസിന്റെ രാഷ്ട്രീയം ഈ കേരളം എന്ന് പറയുന്ന ഈ ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു നാടിനെ എങ്ങനെയെല്ലാം വക്രീകരിച്ചുകൊണ്ട് അത് ഈ നാട് ഏറ്റവും മോശപ്പെട്ടതാണ് എന്ന് ചിത്രീകരിക്കപ്പെടാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ഈ കേരളത്തിനകത്ത് മാത്രമല്ല ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇന്ന് മലയാളി എവിടെയെല്ലാം താമസിക്കുന്നുണ്ടോ അവിടെയെല്ലാം വലിയ രൂപത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക. ഈ രൂപത്തിലേക്ക് ആർഎസ്എസ് ഒരു സിനിമ എടുക്കാനും ആ സിനിമ എടുത്തുകൊണ്ട് ഈ നാടാകെ മോശമാണ് എന്ന് പൊതുലോകത്തോടാകെ തന്നെ പറയാനുള്ള സാഹചര്യം എന്താ? ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിന്റെ ചരിത്രം പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ 10 വർഷക്കാലം ഭരണം നടത്തിയ ഘട്ടത്തിൽ ഒരു പേരിന് പോലെങ്കിലും ഈ നാടിനകത്ത് ഒരു വർഗീയ കലാപം നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ വീടിനകത്ത് നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, നമ്മുടെ സഹോദരന്മാരായി കഴിഞ്ഞാലും നമ്മുടെ അമ്മയായി കഴിഞ്ഞാലും നമ്മുടെ ആരായി കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അവർ നമ്മുടെ വീടിനകത്തേക്ക് ഏറ്റവും നല്ല രൂപത്തിലേക്ക് ഒരു പ്രയാസവുമില്ലാതെ തിരിച്ചെത്തുമെന്നുള്ളത് നമ്മുടെ എല്ലാം ഉറപ്പാണ്. അത് ഈ കേരളത്തിന്റെ മാത്രം ഉറപ്പാണ്. ഇത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നതല്ല. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിനകത്തായി കഴിഞ്ഞാലും ബീഹാറിനകത്തായി കഴിഞ്ഞാലും ഗുജറാത്തിനകത്തെല്ലാം അവിടെയെല്ലാം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ആ വർഗീയ കലാപത്തിലൂടെ അധികാരം നേടാനുള്ള ശ്രമങ്ങൾ ആർഎസ്എസ് നടപ്പിലാക്കുക. അത് ഈ കേരളത്തിനകത്തും എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റും? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇതാണ്. വരാൻ പോകുന്ന ഏതാണ്ട് 1 മാസക്കാലം കഴിഞ്ഞാൽ കേരളത്തിനകത്ത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് തങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് അത് സിനിമയിലൂടെ പറഞ്ഞ് ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്താനുള്ള കുറുക്കു വഴി ഏതെങ്കിലും സിനിമയിലൂടെ ഈ നാടിനകത്ത് ഉണ്ടാക്കി കളയാമെന്ന് ഏതെങ്കിലും ആർഎസ്എസിന്റെ പൊന്നുമക്കൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ വർഗീയ കലാപങ്ങളെയും വർഗീയതയെല്ലാം ഏറ്റവും ശക്തമായ രൂപത്തിലേക്ക് പ്രതിരോധിച്ച നാടാണ് ഈ കേരളം. അതിന് ഞങ്ങൾ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ജീവൻ കൊടുത്തുകൊണ്ടും ഈ നാടിനെ സംരക്ഷിക്കാൻ ഡിവൈഎഫ്ഐ അതിന്റെ എല്ലാ തലത്തിലേക്കും അതിന്റെ അവസാന തലത്തിലേക്ക് ഉണ്ടാവും. അതിന് ഈ നാടിനകത്ത് മുഴുവൻ മതേതര വിശ്വാസികളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചിത്രം കാണാൻ ചുരുക്കം പേരാണ് തിയേറ്ററിലെത്തിയത്. പ്രദർശനം തടഞ്ഞതോടെ ഇവർ തിരിച്ചുപോയി. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം തടഞ്ഞത്. മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ചിത്രത്തിന്റെ പോസ്റ്ററുകൾ നശിപ്പിക്കുകയും ചെയ്തു. സിനിമ അത് ഒരു കാരണവശാലും ഈ വടകരയുടെ മണ്ണിൽ പ്രദർശിപ്പിക്കില്ല എന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട തിയേറ്ററിന്റെ ഉടമകൾ നമ്മളോട് ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ബോധ്യമുണ്ട് ഈ സിനിമ കേരളത്തെ ആകത്തെ മോശമായി ചിത്രീകരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് ഒരിക്കലും അതിന്റെ ഭാഗമായിട്ട് ഈ തിയേറ്ററിന്റെ ഉടമകൾ അതിന്റെ ഭാഗമായി മാറില്ല എന്നുള്ളതാണ് നമ്മളോട് ഇപ്പം നൽകിയ ഉറപ്പ്. അറിയാമെന്ന് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്.